4, 14, 24 എക്സെട്ര എന്നിങ്ങനെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 490 കിട്ടുക? ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ 4ഉം 10ഉം 14, 14ഉം 10ഉം 24 ഒരേ സംഖ്യ കൂട്ടി പോവുകയാണ്. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണി, അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ചുരുക്കിയിട്ട് നമുക്ക് AP എന്ന് പറയാം. എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 490 കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുക തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മ് കാണാനുള്ള സൂത്രവാക്യം എഴുതുക. സമാന്തര ശ്രേണിയിൽ സമ്മ് കാണാനുള്ള സൂത്രവാക്യം n/2 × 2a + n-1 × d. സമ്മ് നമുക്കറിയാം 490 സമം n നമ്പർ ഓഫ് ടേംസ്, എത്ര സംഖ്യകൾ, എത്ര പദങ്ങൾ അതറിയില്ല. n അതുപോലെ ടു n/2 × 2 എന്ന് പറഞ്ഞാൽ 2 × a ഫസ്റ്റ് ടേമാണ്, ആദ്യ പദം 4 പ്ലസ് n അറിയില്ല n-1 × d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അതായത് രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. 14 4 കുറച്ചാൽ 10. 490 സമം n/2 × 2 × 4 8 പ്ലസ് 10 കൊണ്ട് ബ്രാക്കറ്റിൽ രണ്ടിനെയും ഗുണിക്കുക. 10 × n 10n, 10 × -1 -10. 490 സമം n/2 × 10n നമ്മൾ ആദ്യം എഴുതി. 8 നിന്ന് 10 കുറച്ച -2. 490 സമം n/2 × ഈ ബ്രാക്കറ്റിൽ നിന്ന് 2 കോമൺ ഫാക്ടറായി എടുക്കാം, പൊതു ഘടകം. അപ്പോൾ n/2 × 2, ബാക്കി അവശേഷിക്കുന്നത് ഇവിടെ 10 നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ 5n മൈനസ് 2 നിന്ന് 2 കുറച്ച് 2 നിന്ന് 2 കോമൺ ഫാക്ടർ എടുത്താൽ 1. 490 സമം ഈ 2ഉം 2ഉം വെട്ടിപ്പോയിട്ട് n വരും. ആ n കൊണ്ട് ബ്രാക്കറ്റ് രണ്ടിനെയും ഗുണിക്കുക. n × 5n 5n² മൈനസ് n × -1, അതാണ് -n വന്നത്. നമുക്ക് ഇതുവരെ ചെയ്തവിടെ നിർത്താം. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് കിടക്കാം. ഈ എന്നിന് ബ്രാക്കറ്റത്തെ ഏത് വില കൊടുക്കുമ്പോഴാണ് ഈ സമവാക്യം ശരിയാവേണ്ടത് നോക്കുക. നമുക്ക് n 10 എന്ന് വില കൊടുത്തു നോക്കൂ. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അവിടെ ഇരിക്കട്ടെ. n 10 എന്ന് ഇവിടെ വില കൊടുക്കും. RHS എന്ത് വരും? റൈറ്റ് ഹാൻഡ് സൈഡ് 5 × 10² മൈനസ് 10 എന്ന് വരും. 10² 100 ആണ്. 100 × 5 500 എന്ന് 100 കുറച്ചാൽ 490 എന്ന് കിട്ടി. ഏത്? റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും 490 ആണ്. അപ്പോൾ ഇവിടെ LHSഉം RHSഉം തുല്യമായി. അപ്പോൾ n 10 എന്ന് വില കൊടുക്കുമ്പോൾ അപ്പോൾ ഉത്തരം n, അതായത് എത്ര സംഖ്യകൾ കൂട്ടുമ്പോഴാണ്? 10 സംഖ്യകൾ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 490 കിട്ടുക.